let's start with our first topic, that is the Python programming. Python is a high-level language and it was developed in 1980s by Guido van Rossum. ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് റിലീസ് ചെയ്തത് 1991 ആൻഡ് ന്യൂസ് ഗ്രൂപ്പ്സിലാണ് അത് യൂസ് ചെയ്തിരുന്നത്. 1994 പൈത്തൺ 1.0 എന്ന് പറയുന്ന വേർഷൻ റിലീസ് ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് 2000 ആയപ്പോഴേക്കും പൈത്തൺ 2 എന്ന് പറയുന്ന വേർഷൻ റിലീസ് ചെയ്തു ആൻഡ് 2008 വരെ 2.x എന്ന് പറയുന്ന വേർഷനാണ് യൂസ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം പൈത്തൺ 3 എന്ന് പറയുന്ന വേർഷൻ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് 3.x അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂവസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് 3.8.0 ആണ്. ഓക്കെ, പൈത്തൺ നമ്മൾ യൂസ് ചെയ്യുന്നത് സെർവറിലാണ്, അതായത് വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ക്യാൻ കണക്റ്റ് ദ ഡാറ്റാബേസ് യൂസിങ് പൈത്തൺ or we can read and modify the files also. Okay, and Python works on different platform, അതായത് വിൻഡോസ് അല്ലെങ്കിൽ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലിനക്സ്, ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് പൈത്തൺ ഇസ് ആൻ ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എന്തുകൊണ്ടാണ് അതിന് ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് പൈത്തൻ്റെ പ്രോഗ്രാംസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, രണ്ട് രീതിയിലാണ് ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്യുന്നത്. ഒന്ന് കമാൻഡ് ലൈൻ ആയിട്ടും ഒന്ന് സ്ക്രിപ്റ്റ് മോഡായിട്ടും. ഓക്കെ, കമാൻഡ് ലൈൻ മോഡ് ആൻഡ് സ്ക്രിപ്റ്റ് മോഡ് ആർ ദി ടു വേസ് ടു യൂസ് ദി ഇൻ്റർപ്രറ്റർ. ഓക്കെ, ഇനി പൈത്തണിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. സിമിലർ സിൻടാക്സ് എന്ന് പറയുന്നത് സിമിലർ ടു ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഫീച്ചേഴ്സ് ഓൾറെഡി നമുക്കറിയാം, എന്നാലും പൈത്തൺ എന്ന് പറയുന്നത് അതായത് യൂസ് ചെയ്യാൻ കാരണം അതിൻ്റെ ഈ ഫീച്ചേഴ്സാണ്. അതായത് ഈസി ടു ലേൺ ആണ്, റീഡബിൾ ഫോമാണ്, ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ക്രോസ് പ്ലാറ്റ്ഫോം ആണ്, ദാറ്റ് ഈസ് പോർട്ടബിൾ ആണ്. ഏത് പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് ഓപ്പൺ സോഴ്സ് ആണ്, മെമ്മറി മാനേജ്മെൻ്റ് ഉണ്ട് ആൻഡ് ലാർജ് സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ട്, എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. അപ്പോൾ ഇതൊക്കെ ഈ ഫീച്ചേഴ്സൊക്കെ കൊണ്ടാണ് നമ്മൾ എന്താണ് പൈത്തൺ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, വേരിയബിൾസ്. വാട്ട് ഇസ് എ വേരിയബിൾ? ഓൾറെഡി നമുക്കറിയാം, അതായത് ഏത് ലാംഗ്വേജിലാണെങ്കിലും നമ്മൾ എന്താണ് വേരിയബിൾസ് നമുക്ക് യൂസ് ചെയ്യണം. സോ വേരിയബിൾ ഇസ് എ നെയിം ദാറ്റ് റെഫേഴ്സ് ടു എ വാല്യൂ. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വേരിയബിൾസിലേക്ക് എന്ത് ചെയ്യും, ഒരു വാല്യൂ അസൈൻ ചെയ്ത് വെക്കും. ഓക്കെ, ആൻഡ് വേരിയബിൾ നെയിംസ് ക്യാൻ കണ്ടെയ്ൻ ബോത്ത് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. പക്ഷെ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, എപ്പോഴും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ, അതായത് ഒരു സ്ട്രിങ്, ഒരു സ്ട്രിങ് വേരിയബിളും ഒരു ഇൻറ്റീജർ വേരിയബിളും അതേപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിളുമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് മെസ്സേജ് n5. ഇനി ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. For example, if you use print n, then it prints the value of n, that is 70. Okay. Next, expression. Expression is the combination of values, variables and operators. അതായത് ഒരു എക്സ്പ്രഷൻ നമ്മൾ കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റർപ്രറ്റർ എന്ത് ചെയ്യും, അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ 1+1 ആണ് കമാൻഡ് ലൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻ്റർപ്രറ്റർ 1ഉം കൂടെ ആഡ് ചെയ്ത് ദെൻ 2 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം പൈത്തൺ ഇൻ്റർപ്രറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ സെയിം ഫോമാറ്റ്, അതായത് നമ്മൾ എങ്ങനെയാണോ എൻ്റർ ചെയ്യുന്നത് അതേ ഫോമാറ്റിൽ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. പക്ഷേ സ്ട്രിങ്ങിൻ്റെ കേസിലാവുന്ന സമയത്ത് അതിലെന്തും കൂടെ ഉണ്ടാവും, ഒരു കൊട്ടേഷൻ മാർക്കും കൂടെ ഉണ്ടാവും. ബട്ട് ഇഫ് യു യൂസ് ദ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, പൈത്തൺ സ്ട്രിങ്ങിൻ്റെ കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യുന്ന വിത്തൗട്ട് ദി കൊട്ടേഷൻ മാർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ദ പൈത്തൺ ഇൻ്റർപ്രറ്റർ ക്യാൻ എക്സിക്യൂട്ട്. ദർ ആർ 2 kinds of statements, that is the print statement and assignment statement. ഓക്കെ, ഇപ്പോൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് എന്തെങ്കിലും വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ. ആൻഡ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആവുന്ന സമയത്ത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും വാല്യൂ അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അസൈൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാനാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡോണ്ട് പ്രൊഡ്യൂസ് എ റിസൾട്ട് ബട്ട് ദ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡ്യൂസ് ദി റിസൾട്ട്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നു ഫസ്റ്റ് ലൈനിൽ പ്രിൻറ്റ് 1 ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു 2 ദെൻ പ്രിൻറ്റ് എക്സ്. അപ്പം എന്താണ്, അതായത് ഫസ്റ്റ് എന്ന് പറയുന്ന പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് 1 ഡിസ്പ്ലേ ചെയ്യും. എക്സ് ഈക്വൽ ടു 2 എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്, 2 ഈസ് അസൈനിങ് ടു ദി വേരിയബിൾ എക്സ്. ഓക്കെ. ആൻഡ് തേർഡ് വൺ പ്രിൻറ്റ് എക്സ്, ദറ്റ് ഈസ് വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് 1 2 എന്നായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം, അതായത് അഡിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അതുപോലെയുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സിമ്പിൾസ് ആണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് അതിന് വേണ്ടിയിട്ട് അതായത് വാല്യൂസ് ദ ഓപ്പറേറ്റർ യൂസ് ആർ കോൾഡ് ദി ഓപ്പറൻസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് അറിയാം. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഒന്നാമത്തത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അതായത് നോർമലി നമുക്കറിയാം 5 ടൈപ്സ് ഓഫ് അരിത്മെറ്റിക്, അതായത് പ്ലസ്, മൈനസ്, സ്ലാഷ്, ആസ്ട്രിക്ക് ആൻഡ് പെർസെൻറ്റേജ്. ഇത്രയും എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സാണ്. ഓക്കെ. ആൻഡ് പക്ഷേ പൈത്തണിൽ എക്സ്ട്രാ 2 ഓപ്പറേറ്റേഴ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഡബിൾ സ്ലാഷും ഡബിൾ ആസ്ട്രിക്ക്. സിംഗിൾ സ്ലാഷ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓപ്പറേറ്റർ ആണെങ്കിൽ ഡബിൾ സ്ലാഷ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഫ്ലോർ ഡിവിഷന് വേണ്ടിയിട്ടാണ്. അതായത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അതിൻ്റെ ഹൈസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ നെക്സ്റ്റ് ഹോൾ നമ്പർ ഏതാണോ അതിലേക്ക് റൗണ്ട് അപ്പ് ചെയ്യും. ഓക്കെ. ആൻഡ് ഡബിൾ ആസ്ട്രിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ എക്സ്പൊണൻഷ്യേഷൻ ഓപ്പറേറ്റർ ആണ്. ഓക്കെ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ കമ്പാരിസൺ ഓപ്പറേറ്റർ. കമ്പാരിസൺ ഓപ്പറേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂളിയൻ വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഏതെങ്കിലും ട്രൂ ഓർ ഫാൾസ് വാല്യൂസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പൈത്തണിൽ 2 നോട്ട് ഈക്വൽ കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ. അതായത് ഇവിടെ കാണാം നോട്ട് ഈക്വൽ ടു, അതേപോലെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യുവാണെങ്കിലും നോട്ട് ഈക്വൽ ടു സെയിം ആണ്. ആൻഡ് അനദർ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ദാറ്റ് ഈസ് ദി കൺജങ്ഷൻ ഓപ്പറേറ്റർ. അതാണ് ആൻഡ്, ഓർ, നോട്ട് എന്ന് പറയുന്ന 3 ടൈപ്പ് ഓപ്പറേറ്റർ. ദെൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു, ദാറ്റ് ഈസ് ദി അസൈൻ ദ വാല്യൂ ടു എ വേരിയബിൾ. ഓക്കെ. നെക്സ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. അതായത് ഒബ്ജക്ട്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഇത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ഇവിടെ 2 ടൈപ്പ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ആൻഡ് ഈസ് നോട്ട്. ഓക്കെ. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെയിം ഒബ്ജക്ട്സ് ആണെങ്കിൽ, അതായത് 2 വേരിയബിൾസും സെയിം ഒബ്ജക്ട്സ് ആണെങ്കിൽ അത് ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഈസ് നോട്ട് എന്ന് പറയുന്നത് 2 വേരിയബിൾസും സെയിം ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ. എക്സാമ്പിൾ, ഇപ്പോൾ എക്സ് ആൻഡ് വൈ 2 ലിസ്റ്റ് ഓഫ് വേരിയബിൾസ് ആണ്. അതായത് എക്സിൽ ആപ്പിൾ, ബനാന എന്ന് പറയുന്ന വാല്യൂസും അതേപോലെ തന്നെ വൈയിൽ ആപ്പിൾ, ബനാന രണ്ടും അസൈൻ ചെയ്തിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു എക്സ് ആണ്. ആൻഡ് പ്രിൻറ്റ് എക്സ് ഈസ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിട്ടേൺസ് ട്രൂ. എന്തുകൊണ്ടാണ്, അതായത് എക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ സെഡിലേക്ക് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എക്സും സെഡും എന്ന് പറയുന്നത് സെയിം ഒബ്ജക്റ്റാണ്. ഓക്കെ. ആൻഡ് ഇപ്പോൾ പ്രിൻറ്റ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഫോൾസ് ആണ്. കാരണം എന്താ, എക്സും വൈയും ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ. ആൻഡ് ഡബിൾ ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂ ആ റിട്ടേൺ ചെയ്യുന്നത്. കാരണം 2 വേരിയബിൾസിലും 2 ഒബ്ജക്ട്സിലും എന്താണ്, സെയിം വാല്യൂസ് ആണുള്ളത്, അതുകൊണ്ട് തന്നെ അത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ടൈപ്പ് ഓപ്പറേറ്റർ ദാറ്റ് ഈസ് ദ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. അതായത്
ഒരു സീക്വൻസ് ഒബ്ജക്റ്റിൽ പ്രസൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ദർ ആർ 2 types ഓഫ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് ദി ഇൻ ആൻഡ് നോട്ട് ഇൻ. ഓക്കെ, എന്ന് പറയുന്നത് അതായത് ആ സീക്വൻസ് ഒബ്ജക്റ്റിലുണ്ടെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും. നോട്ട് ഇൻ എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൽ ഇല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് എക്സിൽ ആപ്പിൾ ബനാന എന്ന് കൊടുത്ത് പ്രിൻറ്റ് ബനാന ഇൻ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് റിട്ടേൺസ് ട്രൂ. അതായത് ആപ്പിൾ എന്ന് പറയുന്ന വാല്യൂ ഏതിലുണ്ട്, എക്സിലുള്ളതുകൊണ്ട്. ഓക്കെ, ആൻഡ് അനദർ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ദാറ്റ് ഇസ് ദ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. അതായത് ബൈനറി നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതായത് ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് ഇത് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ ടൈപ്സ്. അതായത് പൈത്തണിൽ ബേസിക് ആയിട്ട് 5 ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്സ് ആണുള്ളത്. അതെന്ന് പറയുന്നത് ഇൻഡ്, ലോങ്, ബൂൾ, ഫ്ലോട്ട്, കോംപ്ലെക്സ്. ഓക്കെ, അതിൽ ആദ്യത്തെ 3 പറയുന്നത് ദാറ്റ് ഈസ് ദി ഇൻറ്റീജർ ടൈപ്സ്. ദാറ്റ് ഈസ് ഇൻഡ്, ലോങ്, ബൂൾ എന്ന് പറയുന്നത് ഇൻറ്റീജർ ടൈപ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫ്ലോട്ട്, കോംപ്ലെക്സ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റിയൽ നമ്പേഴ്സിനെ നമുക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത്. കോംപ്ലെക്സ് നമ്പേഴ്സിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്ലെക്സ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്സും യൂസ് ചെയ്യും. ഓക്കെ, സ്ട്രിങ്. അടുത്ത ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ആ സ്ട്രിങ് എന്ന് പറയുന്നത് അതായത് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്, അതായത് കൊട്ടേഷൻ മാർക്കിൽ സിംഗിൾ കൊട്ടേഷനിൽ അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷനിൽ സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രിങ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അനദർ സെറ്റ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ് ലിസ്റ്റ്, ടപ്പിൾസ്, ഡിക്ഷണറി, എക്സെട്ര. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡിസിഷൻ മേക്കിങ്ങും ലൂപ്പിങ്ങും നോർമലി നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലൂപ്പിങ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ദാറ്റ് ഈസ് ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നോർമലി നമ്മൾ യൂസ് ചെയ്യും ഇഫ് എ കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ ദ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നോർമൽ സിൻടാക്സ് പോലെയല്ല, അതായത് ആദ്യം ഇഫ്, ദെൻ അതിനുശേഷം കണ്ടീഷൻ, അത് കഴിഞ്ഞൊരു കോളൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം ഇഫ് എയുടെയും ബിയുടെയും വാല്യൂ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്ക് 33യും ബിക്ക് 200ഉം സെറ്റ് ചെയ്തു. ഇനി ബി ഗ്രേറ്റർ ദാൻ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് ട്രൂ ആണെങ്കിൽ ബി ഈസ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പൈത്തണിൽ ഇൻഡൻറ്റേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇൻഡൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രിൻറ്റിൽ. സാധാരണ മറ്റുള്ള ലാംഗ്വേജിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡൻറ്റേഷന് പകരമായിട്ട് അവിടെ നമ്മൾ കേളി ബ്രേസസ് യൂസ് ചെയ്യും. പക്ഷേ പൈത്തണിൽ കേളി ബ്രേസസിൻ്റെ ആവശ്യമില്ല, പകരം ഇൻഡൻറ്റേഷനാണ്. ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള വൈറ്റ് സ്പേസിനാണ് അതിൻ്റെ ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ആ കോഡിൻ്റെ സ്കോപ്പ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഇഫ് എൽസ് ആണ്. ഇഫ് എൽസിലും ഇതേപോലെ തന്നെ, അതായത് എയുടെ വാല്യൂ ഇപ്പം 200 ആൻഡ് ബിയുടെ വാല്യൂ 33 ആക്കി കഴിഞ്ഞാൽ ആദ്യം ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇഫിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇനിയിപ്പോൾ അത് ഫാൾസ് ആണെങ്കിൽ എൽസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അവിടെയും സിൻടാക്സ് ശ്രദ്ധിക്കുക. അതായത് ഇഫ് കഴിഞ്ഞ് കണ്ടീഷൻ കഴിഞ്ഞ് കോളൻ, അതേപോലെ തന്നെ എൽസ് കഴിഞ്ഞ് കോളൻ, രണ്ടിലും ഇൻഡൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ് ഈസ് ദി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലുള്ള ലൂപ്പിംഗ് ആണ് പൈത്തണിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് വൈൽ ലൂപ്പ് ആൻഡ് അനദർ വൺ ഫോർ ലൂപ്പ്. വൈൽ ലൂപ്പ് ആകുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും, അതായത് വൈലിലെ കണ്ടീഷൻ ട്രൂ ആകുന്നത് വരെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ വൈൽ, ദെൻ കണ്ടീഷൻ, ദെൻ കോളൻ, ആഫ്റ്റർ ദാറ്റ് ഇൻഡൻറ്റേഷൻ വെച്ചിട്ട് വാല്യൂ പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇവിടെ ഇപ്പോൾ ഐയുടെ വാല്യൂ ആദ്യം 1ഉം വൈലിൽ ഐ ലെസ് ദാൻ 6ഉം കൊടുത്തു. അതിനുശേഷം ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാനും ഐ ഇൻക്രിമെൻറ്റ് ചെയ്യാനും കൊടുത്തു. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഐ 5 ആകുന്നവരെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്സിലും ഇതേപോലെ തന്നെ നമ്മൾ എന്താണ്, ഫോറിൽ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആപ്പിൾ, ബനാന, ചെറി. ആൻഡ് ഫോറിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് 4x in
ലിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഫ്രൂട്ടാണ്. അപ്പോൾ ഫ്രൂട്ട് ഒരു ലിസ്റ്റായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇൻ ഫ്രൂട്ട്സ് ദെൻ പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ, അതായത് ചെറി വരെ എന്ത് ചെയ്യും, ഇത് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആപ്പിൾ, ബനാന, ചെറി എന്ന് പറയുന്ന ആ വാല്യൂ എന്ത് ചെയ്യുക, ഫ്രൂട്ട്സിലുള്ളത് എത്രയാണോ വാല്യൂ അത്രയും വാല്യൂ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ.